സാധാരണ നമ്മളെല്ലാവരും ബീഫ് കൊണ്ടാണ് ഇറച്ചിച്ചോറ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിന്ന് ചിക്കനും കൊണ്ട് ഇറച്ചിച്ചോറ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ഇറച്ചിച്ചോറിന് ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യമേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഒരല്പം നാരങ്ങാനീരൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പിഴിഞ്ഞ് വയ്ക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇച്ചിരി മാറ്റി വെക്കുകയാണ്. ഈ ചെമ്പിനകത്താണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത്. കുറച്ച് ഓയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ മസാലയൊക്കെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഒരു 3 കടം വെളുത്തുള്ളി, 1 ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വെറുതെ നോക്കി ഒരു 3 സവാള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 തക്കാളിയും കൊടുത്ത് കറിവേപ്പിലയും കൂടെ മതി. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ടു. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം ഇതിനകത്ത് ഒഴിക്കും. എടുക്കുന്ന നിർത്തും. അരപ്പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഏകദേശം 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 1 കിലോ അരിക്ക് ഇതേപോലത്തെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ചോറിനും കൂടെ കൂട്ടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരല്പം കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കണം. പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ബിരിയാണി അരി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ അരി ഏകദേശം അരമണിക്കൂറോളം വെള്ളത്തിൻ്റെ അകത്ത് കിടന്നാണ്. നേരത്തെ എടുത്ത നാരങ്ങയുടെ ബാക്കി ഒന്നുകൂടെ നടത്തി വെക്കണം. കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. അടിക്കൊന്നും പിടിക്കാതെ ഒരല്പം മല്ലിയിലയും ഇത്തിരി പുതിനയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വേണം തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ അത് വറ്റിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നല്ല രുചികരമായ ചിക്കൻ റൈസ്.